ഹലോ മക്കളെ, വെൽക്കം ടു എക്സാമിനർ. മക്കളെ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടുമായിട്ടാണ് മിഷാൻ സാർ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. പൊന്നുമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം തന്നെ സാർക്ക് മക്കളോട് പറയാനുള്ളത്, സാറ് പറയുന്ന ഷോർട്ട് കട്ട് വൃത്തിക്ക് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എല്ലാ മക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഒപ്റ്റിക്കലി ഡെൻസർ ഒപ്റ്റിക്കലി റയറർ മീഡിയ ആണ്. എന്താ സാറേ ഒപ്റ്റിക്കലി റയർ മീഡിയം? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള ഭാഗമാണ്. ഓക്കെ, ഞാൻ അതുകൊണ്ട് താഴോട്ട് വരട്ടെ. ഇത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഭാഗമാണ്, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഭാഗമാണ്. മലയാളത്തിൽ പ്രകാശിക സാന്ദ്രത എന്ന് പറയും. പ്രകാശിക സാന്ദ്രത കുറവാണ് ഇവിടെ പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. ഓക്കെ, ഒരു ഭാഗത്തൊരു മാധ്യമത്തിൽ പ്രകാശിക സാന്ദ്രത കുറവൊന്നുമില്ല, കൂടുതലും അങ്ങനെ തന്നെയല്ല ഉണ്ടാവുക. യെസ്, പ്രശ്നങ്ങളൊന്നുമില്ല. മക്കൾ ശ്രദ്ധിക്കേണ്ടത്, പ്രകാശം എവിടുന്നാണ് വരുന്നത്? കുറവുള്ള ആളടുത്ത് നിന്ന് കൂടുതലുള്ള ആളടുത്തേക്ക്. നിങ്ങൾ ഇതിനെ സ്നേഹവുമായി കമ്പയർ ചെയ്യണം. ഓക്കെ, സ്നേഹവുമായി കമ്പയർ ചെയ്യുമ്പം സ്നേഹം കുറവുള്ള ആളടുത്തുനിന്ന് സ്നേഹം കൂടുതലുള്ള ആളടുത്തേക്ക് പോകുമ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യൂടാ? അവരോട് വല്ലാതെ അടുക്കും. ഇതാ when light enter from optically rarer കുറവുള്ള ആളടുത്തുനിന്ന് to optically denser കൂടുതലുള്ള ആളടുത്തേക്ക് പോകുമ്പം it deviate towards അവരെന്ത് ചെയ്യൂടാ? ഇതുപോലെ ഇങ്ങനെ അടുക്കും. ഓക്കെ, മലയാളത്തിൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടുതൽ ആഴത്തേക്ക് പോകുന്ന സമയത്ത് അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. എന്നാൽ സാർ ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ. ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്, ഇവിടെ കുറവാ. ഓക്കെ, ശ്രദ്ധിക്കണം. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ കൃത്യമായിട്ട് സാർ പറയും, കൂടുതലുള്ള ആളത്തുനിന്ന് സ്നേഹം കൂടുതലുള്ള ആളത്തുനിന്ന് കുറവുള്ള ആളത്തേക്ക് വരാൻ നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുമോ? സ്നേഹം കുറവുള്ള ആളത്തേക്ക് വരുമ്പം അവരിങ്ങനെ അകന്ന് പോകും. പെണ്ണിലാ ചന്ദന കിണ്ണം മുങ്ങി പോയടാ. അപ്പൊ ശ്രദ്ധിച്ചോ, അകന്ന് പോവാന്നുള്ളത് എവേ. പിന്നെ ലൈറ്റ് എൻ്റർ ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ കൂടുതൽ ആളത്തുനിന്ന് റയറർ മീഡിയത്തിലേക്ക് വരുമ്പോൾ അവർ എവേ ആയിട്ട് പോകും. അവരെന്ത് ചെയ്യടാ? അകന്നു പോകും, അകലുന്നു. ഓർത്തു വെക്കുക. ഓക്കെ, എപ്പോഴും അകലുക, എങ്ങിട്ട് വരുമ്പോഴും അകല. കുറവുള്ള ആളത്തേക്ക് വരുമ്പോൾ അകലും, കൂടുതലുള്ള ആളത്തേക്ക് വരുമ്പോൾ അടുക്കും. പക്ഷെ ചില ആൾക്കാരുടെ ജീവിതം ഇതുപോലെയാണ് മക്കളെ. ഒന്നും സംഭവിക്കൂല, നേരെ വരികയാണെങ്കിൽ നേരെ തന്നെ പോവും. നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്താൽ നോട്ട് അണ്ടർഗോസ് റിഫ്രാക്ഷൻ, അവിടെ എന്തുണ്ടാവില്ലടാ? അപവർത്തനം എന്നുള്ള സംഗതി ഉണ്ടാവില്ല. ഇത്രയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. അടുത്ത പോർഷനുമായിട്ട് അടുത്ത പാർട്ടുമായിട്ട് സാറ് വരും. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണം. എന്താ കമന്റ് ചെയ്യേണ്ടത്? അടുക്കുന്നത് എപ്പോഴാണ്, അകലുന്നത് എപ്പോഴാണെന്നുള്ളത് താഴെ കൃത്യമായിട്ട് കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.